ഹായ്. ദാ ഈ കടന്നു വരുന്ന ആരാണെന്ന് അറിയാവോ കൂട്ടുകാരെ? ഇതാണ് എൻ്റെ ചങ്ക് കൂട്ടുകാരികളിൽ ഒരാളായ ബെറ്റ്സി. നമുക്കൊരു ട്രിപ്പ് പോയാലോ എന്നാണ് അവൾ പറയുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും നീയൊക്കെ ഏതാടിയെന്ന്. വെയിറ്റേ, ടാറ്റാ. പുറകിൽ നിന്ന് ടാറ്റ കാണിച്ച് ഞങ്ങളെ യാത്രയാക്കുന്നതാണ് ഞങ്ങളുടെ അല്ല എൻ്റെ കെട്ടിയവൻ. അപ്പം ഞാൻ പറയാം, ഇറ്റ്സ് മീ സൂര്യ. ഇതെൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ്. ഇതൊക്കെ കന്നി വ്ളോഗാണ്. ഇതൊരു കന്നി വ്ളോഗായി മാറുമെന്ന് മാത്രം അറിയത്തില്ല. ഇപ്പം ഒരാളെ പരിചയപ്പെടുത്തി തരാവേ. വെയിറ്റേ, ഈ ഇറങ്ങി വരുന്ന ആരാണെന്നറിയാവോ? ഇതാണ് സെൽവി, തമിഴ് സെൽവി. ഇവള് തമിഴാളിയാണ്. അങ്ങനെ പറയാം. കാരണം അവൾ ഒരു തമിഴാണ്. പക്ഷേ മലയാളം പുള്ളി തെറ്റാതെ എഴുതാനും വായിക്കാനും ഒക്കെ നന്നായിട്ടറിയാം. ബാക്കി പറയാം. അപ്പോൾ നമ്മൾ ഈ ശകടത്തിൽ എവിടാണ് പോകുന്നതെന്നറിയാവോ? റെയിൽവേ ക്രോസ് അടച്ചിട്ടൊക്കെയാണ്. ഇതൊന്ന് പൊന്തട്ടെ, എന്നിട്ട് ബാക്കി കഥ പറയാം. നമ്മൾ ഇപ്പം പൊന്തും. നമ്മൾ പോകാൻ പോകുന്നത് മൂന്നാറിലേക്കാണ്. പക്ഷേ ഇപ്പോൾ ചോദിക്കും, 2 വീലറിലാണോ മൂന്നാറിൽ പോകുന്നത്? അല്ല ഗൈസ്, ഇപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ ഓച്ചിറ അമ്പലത്തിലേക്കാണ്. ഓച്ചിറ അമ്പലത്തിൽ നമ്മളൊരു തേങ്ങയൊക്കെ ഉടച്ച് ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോകാൻ വേണ്ടി പോവാം. ഞങ്ങൾ ഭയങ്കര വിശ്വാസമുള്ള കുട്ടികളാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്താലും വിഘ്നേശ്വരന് തേങ്ങ അടിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. ഞങ്ങളുടെ ഡ്രസ്സ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ കാറ്ററിംഗുകാരാണോ എന്ന്. അല്ല, ഏകദേശം ഏറെക്കുറെ ഞങ്ങൾ ഒരുപോലത്തെ ഡ്രസ്സൊക്കെയാണ് ഇടുന്നത്. ഇനി ഒരാളും കൂടെ ഉണ്ട് ഞങ്ങളുടെ ഡ്രസ്സ് ഷെയർ ചെയ്യുന്ന ഞങ്ങളുടെ മറ്റൊരു ചങ്ക്. നമ്മളിനി തേങ്ങ അടിച്ചിട്ട് അവളെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച് വിഘ്നങ്ങളെല്ലാം ഒന്ന് മാറി. ശത്രുക്കൾ ഞങ്ങൾക്ക് വളരെ കുറവായതുകൊണ്ട് തേങ്ങ 3 അടിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ച് അറഞ്ചോ അങ്ങിട്ട് അടിച്ച്. ഇത് കേട്ട് അവിടുന്ന് ഭഗവാൻ ഓടിയോന്ന് അറിയത്തില്ല. അടുത്ത സ്റ്റെപ്പ് നാരങ്ങ. നമ്മൾ ജ്യൂസ് അടിക്കാനല്ല ഗൈസ്, ഷർദിൽ ടീംസാണ് മൊത്തം. എല്ലാ മുൻകരുതലുകളും വേണം. നാരങ്ങയല്ല നമ്മുടെ ബെഡ്ഷീറ്റ് കണക്ക്.